ഇന്ന് 6ാമത്തെ ദിവസത്തെ അത്തപ്പൂക്കളമാണ് നമ്മൾ ഈ കാണുന്നത്, ആന. അപ്പം ഇതിനെ എടുത്ത് മാറ്റിയിട്ട് 7ാമത്തെ ദിവസത്തെ അത്തപ്പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആദ്യം നമ്മളിട്ടത് ഗണപതിയായിരുന്നു, 2ാമത്തെ ദിവസം കഥകളി, 3ാമത്തെ ദിവസം ശിവൻ, 4ാമത്തെ ദിവസം കർമ്മയുടെ തന്നെ ലോഗോ ആയ കർമ്മ ആണ് നമ്മൾ വരച്ചിരുന്നത്. അതുപോലെ അടുത്ത ദിവസം ബുദ്ധയായിരുന്നു. 6ാമത്തെ ദിവസം ആനയാണ് നമ്മൾ വരച്ചിരുന്നത്. ഈ ആനയെ ഇനി എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ആറാം ദിവസത്തെ അത്തപ്പൂക്കളം ഇളക്കാൻ പോവുകയാണ്. 6ാം ദിവസം നമ്മൾ ഇട്ടിരുന്ന ആനയാണ് എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ദിവസം ഗണപതിയായിരുന്നു, 2ാമത്തെ ദിവസം കഥകളി, 3ാമത്തെ ദിവസം ശിവൻ, 4ാമത്തെ ദിവസം കർമ്മയുടെ ലോഗയായിരുന്നു, 5ാമത്തെ ദിവസം ബുദ്ധൻ, 6ാമത്തെ ദിവസമായിരുന്നു ആന. അതിന്നിപ്പോൾ എടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ഉപ്പെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കഴുകി ഇതെല്ലാം ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ അവളെ മെയിൻ ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന്. ഇന്ന് എന്താണെന്ന് പറഞ്ഞോ, അതാണെന്ന്. ഇന്ന് ഏതാണ് ഇടുന്നതെന്ന് പറഞ്ഞോ കൃഷ്ണ? നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് രാജേഷ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇല്ലായിരുന്നു. ഹായ്. ഇപ്പം രാജേഷ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൃഷ്ണനെയാണ് ഇടുന്നത്. പടം എന്താ കയ്യിൽ ഒന്ന് കാണിക്കൂ. കളർ തന്നെയാണോ? നീല തന്നെയാണോ ഇടുന്നത്? മയിൽപ്പീലിയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇതാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇനി വൃത്തിയാക്കി പേപ്പറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ സ്കെച്ച് ഇടും. ഇങ്ങോട്ട് നോക്കിയേ, ഫേസ് നോക്കിയേ. ഇങ്ങോട്ട് മുഖം ശരിക്കും കാണാൻ പോയി. ലൈറ്റ് പേര് പറഞ്ഞേ? കൈലാസ്നാഥ്. ഇതിലൊക്കെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഇപ്പം അത്തപ്പൂക്കളെ 7ാമത്തെ ദിവസമാണ് നമ്മളിടാൻ പോകുന്നത്. എനിക്ക് 150 മൊബൈൽ അവിടെ അപ്പൊ അയക്കണ്ടേ? അതെ, നീ അതേ കൃഷ്ണനെ സ്കെച്ച് വരച്ചു തുടങ്ങി രാജേഷ്. നമ്പാടിയൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുക ഇവിടെ. ഉപ്പുകാരനൊന്നും നമ്പാടി കണ്ടില്ല. ഇവിടെയൊക്കെ കുറേ നമ്മുടെ അയൽവാസികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 2-3 പേരുണ്ട്. ഹായ്. നമുക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇവിടെ പ്രോഗ്രാം എല്ലാം അതിൽ കയറ്റി വിടും. ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമും ഇട്ടിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെന്താ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അങ്ങോട്ട് കയറി ഫിസിക്സിന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചതിനെ ബാക്കിയാണ്. രാജേഷ് സ്കെച്ച് വരച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്കെച്ച് വരയ്ക്കുന്നതും വലിയ ശ്രമകരമായ ജോലിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അവർക്കുള്ള ആ ഒരു എഫർട്ട്. കാർമുകിൽ വർണ്ണന് നിറം കൊടുക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയില്ല. ഈ ഉപ്പ് ഇനി ഇതിൽ നീല ചേർക്കും. വരാ അങ്ങോട്ട് കഷ്ടപ്പെട്ട് പണി ആ ഉപ്പ് അവിടെ കിടന്നുണ്ടോ? അതാണ് ഇത് വയസ്സായി പ്രായങ്ങളായില്ലേ? ആ അംഗീകരിക്കും. ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. 19 വയസ്സായാലേ ഹോട്ടലൊന്നും നിങ്ങളെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഇവിടെ തുടങ്ങി 5 ദിവസമായി. രാവിലെ ഇന്ന് രാവിലെ എന്നെ കണ്ടു കൊണ്ടുപോയി ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് വന്നു കഴിക്കാം. എടുക്കാം എന്നാ അതങ്ങോട്ട് പോക്ക് അല്ല എന്നെ വണ്ട വിട്ടാ നമ്മളെ പയ്യാണ് 2 കാര്യം നമ്മളെ പയ്യാണ് പഠിക്കണ പയ്യൻ പഠിക്കണ പയ്യൻ ഇല്ലേ തിരക്കുകൾ മൂലം ഏത് പയ്യൻ ചില്ലുട
ഇത്തിരി തിരക്കിലാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. തിരക്കിലാണ്. കുറച്ചൊക്കെ തരാം, പെട്ടെന്ന് കഴിക്കാം. നാളെയും ഇന്നലെ പോയാൽ വെറുതെ വരണവഴിക്ക് ഉപ്പെല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിടാ. കാരണം നാളത്തെ ഇല്ലല്ലോ. നാളെ ഇനി ഉപ്പ് വാങ്ങിയാൽ വേണ്ടി ഇടണം. ഉണ്ടെങ്കിൽ വാങ്ങിക്കില്ലെങ്കിൽ നല്ല ഒരു കളറാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടിയെ കൊടുക്കാനുള്ള ട്രോഫികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വെള്ളം ഇടണ്ടേ? അതിന്റെ ഇടയില്ല. അതിപ്പോ ഞാൻ നീ നിർത്തിയാ അതൊക്കെ അറിഞ്ഞേട്ടാ അവിടെ കൂടി പോലെ മറ്റേലോട്ട് ഇറക്കാൻ പറ്റൂല. കൃഷ്ണനേടാ കാർമുകിൽ പറഞ്ഞ
ഓക്സിജൻ ശ്രീനാഥ് വർഷാവർഷ കോടികളുടെ കണക്കുകൾ എഴുതി കണക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്ന ശ്രീനാഥ് ഉപ്പടിക്കുന്ന ശ്രീനാഥ് പുളിക്കവള ശ്രീനാഥ് നോക്കേട്ടെ ക്യാമറ ആ കൈ മാറ്റിക്കോ ഇനി നോക്കിയോ. ഇന്നത്തെ വീഡിയോ മൊത്തം ശ്രീനാഥല്ലേ. അരവിന്ദ് എങ്ങോട്ട് പോയി? അവിടെ ഇരിക്കുക. ആ ഇവിടെ നിൽക്കല്ലേ. അല്ല രാജേഷിന്റെ വിജയം വന്നപ്പോ എടുത്ത്. അരവിന്ദിന് ഇപ്പൊ അറിയപ്പെടുന്നത് കഥകളി അരവിന്ദ്. സുനിക്ക് പ്രത്യേക ജോലിയൊന്നും ഇല്ല. സുനി കൺട്രാക്ട് ഉപ്പ് വരണൊന്നും കണ്ടില്ലല്ലോ. ഉപ്പ് വരുന്നൊന്നും കണ്ടില്ലല്ലോ. ഇനി ബാക്കി നാളെ എടുക്കാം. ഇനി 1 മണിക്കൂറൊന്നും തരുമോ? 1 മണിക്കൂറൊന്നും പോരാ. ഇനി താഴെ പാവാടൊക്കെ വരയ്ക്കാതിരിക്കുന്നുണ്ട്. സാരി ഒന്നും വരച്ച് തീർന്നില്ല. കൃഷ്ണ സാരിയൊക്കെ വരയ്ക്കാൻ കിടക്കുന്നു. എനിക്കിനി കഴിഞ്ഞ ഞാൻ പോയി കിടക്കാം. കിടന്നാലും ഇപ്പോഴൊന്നും ഉറങ്ങില്ല. ബാക്കി ഇനി നാളെ പിടിക്കാം. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കർമ്മയുടെ അത്തപ്പൂക്കളമാണ്. കൃഷ്ണനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കർമ്മയിലുള്ള 10-12 പേരുടെ കൈവിരുത് നമുക്കിതിൽ കാണാം. ഉണ്ടോ? ഒത്തിരി നല്ല ഒരു എഫർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ആർട്ടിസ്റ്റ് രാജേഷാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തത്. രാജേഷ് സഹായിക്കാൻ കൂടെ കർമ്മയിലുള്ള മറ്റ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ടാണ് കാർമുകിൽ വർണ്ണന ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടോ? നല്ല മഴയുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃഷ്ണനായതുകൊണ്ടായിരിക്കാം കർമ്മയിലെ 90% കൃഷ്ണന്മാരും കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അത്. കാരണം ഞാൻ കുറച്ച് സമയം നോക്കി നിന്ന്. കാരണം അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം പോലും അതിന് അത്ര ശ്രദ്ധയോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിൽ നല്ല ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. പിന്നെ കൃഷ്ണൻ ഓടക്കുഴലും പിടിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദൃശ്യം അവിടെ ഉപ്പാണ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് തോന്നുന്നത് ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നു അതങ്ങ് നിരത്തിയാൽ പോരെ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, വളരെ ശ്രമകരമായൊരു ജോലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കർമ്മയിലുള്ള എല്ലാ പേർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് രാജേഷിന്.